വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. ദുരന്തബാധിതരുടെ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കും. 10 ലക്ഷത്തിന് മുകളിലും താഴെയുമുള്ള കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 555 പേരുടെ 1620 ലോണുകളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോ വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ 18,75,69,037 രൂപ 90 പൈസ കൃത്യം കണക്കതാണ്. ആ കടങ്ങൾ പൂർണ്ണമായും 18,75,69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. വിവരങ്ങളുമായി റിനു ശ്രീധരാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, കാലങ്ങളായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ആവശ്യമാണിത്. ഇപ്പോൾ 555 പേരുടെ വായ്പകൾ സർക്കാർ എഴുതി തള്ളുന്നു എന്നുള്ളതാണ്, സർക്കാർ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഇതിലൊരു തീരുമാനം കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണോ സംസ്ഥാന സർക്കാർ ഈ ബാധ്യത പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്? പ്രവിധ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടായതാണ്. കേരള സർക്കാർ അതിൻ്റെ ചില നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിവിധ തവണ ആ അപേക്ഷയിന്മേൽ ഒരു ഓർമ്മപ്പെടുത്തൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതിയെ സോളിസിറ്റർ ജനറൽ അറിയിച്ചത്, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി അറിയിച്ചത് അതിനുള്ള ഒരു വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന് ഇല്ല എന്നുള്ളതാണ്, എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്, കേന്ദ്ര സർക്കാരിൻ്റെ പരിധി വരുന്ന കാര്യമല്ല എന്നുള്ളതാണ്. ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഏകദേശം 555 പേരുടെ 1620ഓളം വായ്പകൾ ആ കടം സർക്കാർ ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ നിർണായകമായിട്ടുള്ള തീരുമാനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 18.75 കോടി രൂപയുടെ വായ്പയാണ് ആകെ വരിക. ഇത് പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ബാങ്കുകൾക്ക് നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം അറിയിച്ചത്. പ്രവിധ, ശരി, എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 555 പേരുടെ, അതായത് മുഴുവൻ പേരുടെയും വായ്പ സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ള വിവരമാണ് റിനു ശ്രീധർ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.